I think almost all of you are aware of എന്താണ് അസിഡിക് ബേസിക് ന്യൂട്രൽ ഓക്സൈഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസിഡിക് ഓക്സൈഡ്സ് എന്ന് വെച്ചാൽ the one when treated with water you get a acid. For example Cl2O7. തിരിച്ചൊരു ചോയ്സ് ഇല്ല, പലപ്പോഴും അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടാവും. Mg2+ ആൻഡ് Na എന്നൊരു ചോയ്സ് ഉണ്ടാവും. അത് തെറ്റിക്കാതെ കൂടെ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ റെസ്പെക്റ്റീവ്ലി വരുമ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റിയും കൂടെ പലപ്പോഴും വരും കേട്ടോ. ഒന്നും ചെയ്യണ്ട. അത്തരം ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയുക, ഇത് ഞാൻ തെറ്റിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊരു ഉപദേശം കൊടുത്താൽ മതി. മനസ്സ് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു പ്രൊഫസർ PC തോമസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസ്. നമ്മുടെ കീം എക്സാം പേപ്പർ ഡിസ്കഷൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 വിവിധ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഉദ്ദേശിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും കീം 2026 തയ്യാറെടുക്കുന്ന കുട്ടികൾ 2025 കഴിഞ്ഞ വർഷത്തെ കീം എക്സാം പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ ചാപ്റ്റർ വൈസായിട്ട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് ഈ സീരീസിൽ ഉള്ളത്. ഓരോ ചാപ്റ്ററിൽ നിന്നും കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള 6 സെഷനിലായിട്ട് നടന്നിട്ടുള്ള പരീക്ഷയിൽ വന്ന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഇതിനു മുന്നേ ഉള്ള വീഡിയോസിൽ ചാപ്റ്റർ 1 സം ബേസിക് കോൺസെപ്റ്റ്സ്, അതുപോലെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്റർ, ആ സീരിയൽ ഓർഡറിൽ തന്നെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. റൈറ്റ്. അപ്പോൾ നമ്മൾ 3ാമത്തെ ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ ഫൈനൽ സ്പ്രിൻറ്റ് എന്നും പറഞ്ഞിട്ട്, ഓൾമോസ്റ്റ് മെനി ഓഫ് യു മേ ബി അവെയർ ഓഫ്, ഫൈനൽ സ്പ്രിൻറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു ഇൻറ്റൻസീവ് ക്രാഷ് കോഴ്സ് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും മാസ്റ്റർ കീം 2026 എന്ന ക്യാപ്ഷനിൽ അറിയപ്പെടുന്ന ഫൈനൽ സ്പ്രിൻറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്രാഷ് കോഴ്സ്, ഇൻറ്റൻസീവ് ക്രാഷ് കോഴ്സ് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും. അത് 2 കാറ്റഗറി ബാച്ചസ് ഉണ്ട്. ബാച്ച് 1 കാറ്റഗറി CBSE സ്റ്റുഡൻസിനുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 13-ാം തീയതിയാണ്. ബാച്ച് 2 കാറ്റഗറി സ്റ്റേറ്റ് സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളത് മാർച്ച് 18-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ലഭ്യമാണ്. അല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ, എങ്ങനെയാണ് ആ ഷെഡ്യൂൾഡ് പ്രോഗ്രാം വരുന്നത്, ചാപ്റ്റർ വൈസ് റിവിഷൻ എങ്ങനെയായിരിക്കും, ഡെയിലി മോക്ക് എക്സാംസ് ഉണ്ടായിരിക്കും, അതെങ്ങനെയാണ്, അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭ്യമാണ്. എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം ആവശ്യമായിട്ട് വരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും എല്ലാം ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും കൂടെ എല്ലാവരും ഒന്ന് താല്പര്യം കാണിക്കുക. ലെറ്റ് എവരിബഡി മേക്ക് യൂസ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക, +1 +2 ട്യൂഷനുമായി ബന്ധപ്പെട്ട് എല്ലാ ചാപ്റ്ററുകളുടെയും എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് നമ്മുടെ ആപ്പിലും അതുപോലെ തന്നെ സൈറ്റിലും ഒക്കെ ലഭ്യമാണ്. ആശയങ്ങൾ കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോകാനുള്ള കോംപ്രഹെൻസീവ് വീഡിയോസ് ലഭ്യമാണ്. എല്ലാവരും അത് വിനിയോഗിക്കാൻ ശ്രമിക്കുക. ഈ ഒരു പ്രോഗ്രാം എല്ലാവർക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ ഇത് ഉപയോഗപ്പെടുത്താൻ ഉള്ള നിങ്ങളുടെ നെക്സ്റ്റ് ഒരു ലെവൽ ഓഫ് സ്റ്റുഡൻസ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ റിലേറ്റീവ്സിലാവാം. എല്ലാവർക്കും അതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇറ്റ് ഈസ് +1 ട്യൂഷൻ ആൻഡ് +2 ട്യൂഷൻ. ഓരോ ചാപ്റ്റർ വൈസായിട്ട് ഓരോ വിഷയങ്ങളെക്കുറിച്ചും വിശദമായിട്ട് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ് കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് നേരിട്ട് 3rd ചാപ്റ്ററിൻ്റെ ഡിസ്കഷനിലേക്ക് പോവാം. കീം 2025 വന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ്. ഏകദേശം 5-6 ചോദ്യങ്ങളാണുള്ളത്. ചാപ്റ്റർ 1 ഒരു 6 ചോദ്യങ്ങളുണ്ടായിരുന്നുവെങ്കിൽ ചാപ്റ്റർ 2 നമുക്ക് 12 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയം ചാപ്റ്റർ 3 ഒരു 5-6 ചോദ്യങ്ങൾ, ആവറേജ് ഒരു പരീക്ഷയിൽ ഒരു ചോദ്യം എന്ന രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ലെറ്റ്സ് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻസ്. നോക്കാം. 1ാമത്തെ ചോദ്യം,
വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ഓക്സൈഡ്സ് ഈസ് ന്യൂട്രൽ എന്നാണ് ചോദ്യം. ന്യൂട്രൽ ഓക്സൈഡ്സ് ഏത് എന്നാണ് ചോദ്യം. ഒരുവിധം എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. അലുമിനിയം ഓക്സൈഡ് ആംഫോടെറിക് ആണ്, സോഡിയം ഓക്സൈഡ് ബേസിക് ആണ് അല്ലെ. അലുമിനിയം ഓക്സൈഡ് ആംഫോടെറിക് ആണ്, ആഴ്സനിക് ഓക്സൈഡ് ആംഫോടെറിക് ആണ്. സോ ഓപ്ഷൻ 1 അല്ല, ഓപ്ഷൻ 2 അല്ല, നമുക്ക് വേണ്ടത് ന്യൂട്രൽ ഓക്സൈഡ്സ് ആണ്. Cl2O7 നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആണ്, അസിഡിക് ആണ്, കിട്ടും. നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആണ്. ക്ലോറിൻ ഈസ് ഹൈലി നോൺ മെറ്റാലിക് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ആണ്, അതിന്റെ ഓക്സൈഡ് അസിഡിക് ഓക്സൈഡ് ആണ്. സോഡിയം ഓക്സൈഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എനിവേ ഇതും ആൻസർ അല്ല, ഇതും ആൻസർ അല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. സോ ദി ആൻസർ ഈസ് 5th ചോയ്സ്. കാർബൺ മോണോക്സൈഡ് ന്യൂട്രൽ ആണ്. നൈട്രിക് ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് എല്ലാം ന്യൂട്രൽ ആണ്. നൈട്രിക് ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പോപ്പുലർ വെൽ നോൺ ന്യൂട്രൽ ഓക്സൈഡ്സ് ആണ്. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഓൾ ഓഫ് യു ആർ അവെയർ ഓഫ് എന്താണ് അസിഡിക്, ബേസിക്, ന്യൂട്രൽ ഓക്സൈഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസിഡിക് ഓക്സൈഡ്സ് എന്ന് വെച്ചാൽ ദ വൺ വെൻ ട്രീറ്റഡ് വിത്ത് വാട്ടർ യു ഗെറ്റ് ആസിഡ്. ഫോർ എക്സാമ്പിൾ Cl2O7. Cl2O7 when treated with water you get HClO4 ആസിഡ് ആണ്, പെർക്ലോറിക് ആസിഡ് കിട്ടും. സോഡിയം ഓക്സൈഡ് ബേസിക് ആണ്. എന്താ ബേസിക് എന്ന് പറയാൻ കാരണം യു ഗെറ്റ് NaOH, ആൽക്കലി ആണ് കിട്ടുക അല്ലെ. അപ്പോൾ അസിഡിക് ഓക്സൈഡ്സ് എന്ന് വെച്ചാൽ ദ വൺ വിച്ച് ഗീവ്സ് ആസിഡ്. ബേസിക് ഓക്സൈഡ്സ് എന്ന് വെച്ചാൽ ദ വൺ വിച്ച് ഗീവ് ബേസസ്. ന്യൂട്രൽ ഓക്സൈഡ്സ് എന്ന് വെച്ചാൽ neither acidic nor basic. അവർ അസിഡിക്കും അല്ല ബേസിക്കും അല്ല. ആൻഡ് യു നോ വാട്ട് ഈസ് മെന്റ് ബൈ ആംഫോടെറിക്. ആംഫോടെറിക് എന്ന് വെച്ചാൽ ദേ ആക്ട് ആസ് ബോത്ത് ആസിഡ് ആൻഡ് ബേസ്. ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് ആംഫോടെറിക് എന്ന് പറയുക. ഇതിൻ്റെ ഉദാഹരണങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആൽക്കലി മെറ്റൽ, ആൽക്കലൈൻ എർത്ത് മെറ്റൽ മിക്കവാറും എല്ലാവരും ബേസിക് ഓക്സൈഡ്സ് ആയിരിക്കും. മെറ്റൽ ഓക്സൈഡ്സ് നോർമലി ബേസിക് ഓക്സൈഡ്സ് ആയിരിക്കും. എന്നാലോ അതിലൊത്തിരി ആംഫോട്രിക് ക്യാരക്ടേഴ്സും ഉണ്ട്. ബെറിലിയം ആംഫോട്രിക് ആണ്, സിങ്ക് ഓക്സൈഡ് ആംഫോട്രിക് ആണ്, ടിന്ന് ലെഡ് ആംഫോട്രിക് ആണ്, അലുമിനിയം ഓക്സൈഡ് ആംഫോട്രിക് ആണ്, എല്ലാവർക്കും അറിയാം അല്ലേ. ഇനി പീരിയോഡിക് ടേബിളിന്റെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നോൺ മെറ്റൽ ഓക്സൈഡ്സ് മിക്കവാറും എല്ലാം ഈ പറഞ്ഞെല്ലാം ബേസിക് ആണ് കേട്ടോ. മെറ്റൽ ഓക്സൈഡ്സ് ആർ basic in nature. Both alkali metal oxides, alkaline earth metal oxides are basic in nature, right? അതിൽ ചില എക്സംഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടിന്ന്, ലെഡ്, സിങ്ക്, അലുമിനിയം ഓക്സൈഡ്സ് എല്ലാം ആംഫോട്രിക് ആണ്. പീരിയോഡിക് ടേബിളിന്റെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നോൺ മെറ്റൽ ഓക്സൈഡ്സ് എല്ലാം അസിഡിക് ഇൻ നേച്ചർ ആണ് അല്ലെ. ഹാലോജൻസിൽ വരുന്നത് നൈട്രജന്റെ, ഫോസ്ഫറസിന്റെ, സൾഫറിന്റെ, ക്ലോറിന്റെ, ഇവരെല്ലാം ഓക്സൈഡ്സ് എന്തായിരിക്കും? അസിഡിക് ഓക്സൈഡ്സ് ആയിരിക്കും, അസിഡിക് ഓക്സൈഡ്സ് ആയിരിക്കും. ഇനി പീരിയോഡിക് ടേബിളിൽ താഴത്തേക്ക് വരുമ്പോൾ മെറ്റൽസ് വരുമ്പോൾ അവിടെ ബേസിക് ഓക്സൈഡ്സ് വരാം. ഈ മെറ്റൽ ഓക്സൈഡ്സിൽ ചിലത് ആംഫോട്രിക് ആയിരിക്കും. അതേസമയം ന്യൂട്രൽ ഓക്സൈഡ്സ് ആയിട്ട് വരുന്നത് കാർബൺ മോണോക്സൈഡ് ന്യൂട്രൽ ആണ്. നൈട്രജന്റെ പ്രധാനമായിട്ടും 2 ഓക്സൈഡ്സ്, നൈട്രസ് ഓക്സൈഡും നൈട്രിക് ഓക്സൈഡും. ദിസ് ഈസ് നൈട്രസ് ഓക്സൈഡ്, സോ കോൾഡ് ലോഫിംഗ് ഗ്യാസ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഫാക്ച്വൽ പോയിന്റ്സ് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുകയോ ഒന്ന് ടാബുലേറ്റ് ചെയ്ത് വെക്കുകയോ ചെയ്യുക എല്ലാവരും കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് ഓർഡർ ഓഫ് മെറ്റാലിക് ക്യാരക്ടർ ഓഫ് ദി ഫോളോയിങ് എലമെന്റ്സ്. കറക്റ്റ് ഓർഡർ ഓഫ് മെറ്റാലിക് ക്യാരക്ടർ ഓഫ് ദി ഫോളോയിങ് എലമെന്റ്സ്. എങ്ങനെയാണ് മെറ്റാലിക് ക്യാരക്ടർ വരുന്നത്? സി which is most metallic, no doubt സോഡിയം ഈസ് മോസ്റ്റ് മെറ്റാലിക്. അപ്പോൾ ഈ ചോയ്സ് കട്ട് ചെയ്യാം, ഈ ചോയ്സ് കട്ട് ചെയ്യാം, ഈ ചോയ്സ് കട്ട് ചെയ്യാം. ഒന്നുകിൽ ഇത് വരണം അല്ലെങ്കിൽ ഇത് വരണം അല്ലെ. 1 or 3 വരണം, 1 or 3 വരണം അല്ലെ. അപ്പോൾ ഏതാ വരിക നോക്കൂ. സോഡിയം കഴിഞ്ഞാൽ 2ാം സ്ഥാനം മെഗ്നീഷ്യമാണ്, ആർക്കും സംശയമില്ല. ഇനി സിലിക്കൺ ആണോ ഫോസ്ഫറസ് ആണോ? സിലിക്കൺ ആണ്, ഇവിടെയാണ് സംശയം. സിലിക്കൺ ആണോ ഫോസ്ഫറസ് ആണോ? ഒരു ഡൗട്ടും ഇല്ല, ഫോസ്ഫറസ് ഈസ് എ നോൺ മെറ്റൽ. സിലിക്കൺ ഈസ് സെമി മെറ്റാലിക് ക്യാരക്ടർ അല്ലെ. ഫിസിക്കൽ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ പലതിലും സെമി മെറ്റാലിക് ആണ്. അതേസമയം എന്താ പറയുക, കെമിക്കൽ റിയാക്ഷൻസ് പലതും കാർബണെ പോലെ നോൺ മെറ്റാലിക് ക്യാരക്ടറിലേക്കാണ് വരുന്നത്. എനിവേ ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ ദ കാറ്റഗറി ബിഫോർ ഫോസ്ഫറസ്, കാരണം ഇത് ടിപ്പിക്കലി നോൺ മെറ്റൽ ആണ്. സോ ദി ഓർഡർ ഈസ് സോഡിയം മാക്സിമം,
അത് കഴിഞ്ഞ് മെഗ്നീഷ്യം, അത് കഴിഞ്ഞ് സിലിക്കൺ, അത് കഴിഞ്ഞ് ഫോസ്ഫറസ്. ഫസ്റ്റ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഒരു പക്ഷേ ഒരു സില്ലി മിസ്റ്റേക്സ് ചിലപ്പോൾ ചിലവർ വരുത്തിയേക്കാം, ശ്രദ്ധിക്കുക. കോമ്പീറ്റിംഗ് ചോയ്സ് ആയിട്ട് 1ഉം 3യുമാണുള്ളത്. ബാക്കി ചോയ്സുകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. കാരണം ഗ്രൂപ്പ് 1 ആയിരിക്കും ഹയസ്റ്റ് മെറ്റാലിക് ക്യാരക്ടർ. ഗ്രൂപ്പ് 1ലെ ഒരാൾ അവിടെയുണ്ട്, സോഡിയം വിൽ ബി ഹയസ്റ്റ്. അത് നോക്കിക്കഴിഞ്ഞാൽ 2 കോമ്പീറ്റിംഗ് ചോയ്സ് നമുക്ക് കാണാൻ സാധിക്കും. ബാക്കി 3 ചോയ്സുകൾ എലിമിനേറ്റ് ചെയ്ത് പോകും. റൈറ്റ്, ഇറ്റ്സ് എൻ എക്സലൻറ്റ് വേ. 5 ചോയ്സ് ഉണ്ട്, അതിൽ പല ചോയ്സുകളും എലിമിനേഷൻ പ്രോസസ് പ്രധാനപ്പെട്ടൊരു ടെക്നിക്കാണ് കേട്ടോ. എലിമിനേഷൻ പ്രോസസ്സ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയാൽ പലപ്പോഴും 5ൽ 2ഓ 3ഓ ചോയ്സ് ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ 2 ചോയ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തെറ്റാനുള്ള സാധ്യത വളരെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും കേട്ടോ. എലിമിനേഷൻ പ്രോസസ്സ് അവിടെ ചിലപ്പോൾ നമ്മൾ ഗസ് ചെയ്യേണ്ടി വന്നേക്കാം. ചിലപ്പോൾ അതിനെ ഇൻ്റലിജൻറ്റ് ഗസ്സിങ് എന്നാണ് പറയുക. ഇൻ്റലിജൻറ്റ് ഗസ്സിങ്ങിലൂടെ ഒരു കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് എത്താനുള്ള സാധ്യത നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം, 3ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് വിൽ ഹാവ് ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് സൈസ് റെസ്പെക്റ്റീവ്ലി? ലാർജസ്റ്റ് സൈസ് ആൻഡ് സ്മോളസ്റ്റ് സൈസ് നമുക്കറിയാം. സോഡിയം ഇത് ന്യൂട്രൽ ആറ്റമാണ്. സോഡിയം, മെഗ്നീഷ്യം, ആൽക്കലി മെറ്റൽസിന്റെ സൈസ് ആയിരിക്കും കൂടുതൽ, അല്ലെ? ആൽക്കലി മെറ്റൽസിന്റെ സൈസ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ സോഡിയം, മെഗ്നീഷ്യം പരിശോധിച്ചു കഴിഞ്ഞാൽ നോ ഡൗട്ട് ഇറ്റ് ഈസ് സോഡിയം ഗ്രേറ്റർ ദാൻ മെഗ്നീഷ്യം. അപ്പോൾ ആ കാര്യത്തിൽ ഒരു ധാരണയായി. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ Na+ഉം Mg2+ഉം ദേ ആർ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. Na+ ആൻഡ് Mg2+. ആൻഡ് ഹിയർ ദ ന്യൂക്ലിയർ ചാർജ് ഈസ് ഗ്രേറ്റർ. അപ്പോൾ സൈസ് കുറയും, അല്ലേ? അപ്പോൾ എഗെയിൻ ദിസ് വിൽ ബി സ്മോളസ്റ്റ് ഇൻ സൈസ്. അപ്പോൾ സ്മോളസ്റ്റ് സൈസ് Mg2+ ആണ്. ആൻഡ് വെൻ യു കമ്പയർ ദിസ് ഓൾസോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇവരെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? Mgയും Mg2+ഉം ഒരു സംശയമില്ല ഇയാളാണ് കൂടുതൽ. ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇയാളാണ് കൂടുതൽ. സോ കാറ്റയോൺസ് ആർ സ്മോളർ ദാൻ ന്യൂട്രൽ ആറ്റം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ Na-Mg കമ്പയർ ചെയ്താൽ ഇതാണ് ലാർജസ്റ്റ്. Na+ നോക്കിയാൽ ഇതാണ് ലാർജസ്റ്റ്. Mg2+ നോക്കിയാൽ ഇതാണ് ലാർജസ്റ്റ്, ഇതാണ് ലോവസ്റ്റ്. ഇവർ രണ്ടുപേരും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ലോവസ്റ്റ്. സോ ലാർജസ്റ്റ് Na+ഉം ലോവസ്റ്റ് Mg2+ഉം. ശരിയല്ലേ? അപ്പോൾ ഏതാ ചോയ്സ് വരിക? ലാർജസ്റ്റ് Na വരണം. ലാർജസ്റ്റ് ആൻഡ് ഈ റെസ്പെക്റ്റീവ്ലി എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ആൻസർ കിട്ടിയിട്ടും ചിലപ്പോൾ തെറ്റിക്കും. കാരണം ഈ റെസ്പെക്റ്റീവ്ലി ശ്രദ്ധിക്കണം. റെസ്പെക്റ്റീവ്ലി കൃത്യം ആ ഓർഡർ തന്നെ പെയറിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ലാർജസ്റ്റ് Na, സ്മോളസ്റ്റ് Mg2+, തേർഡ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. തിരിച്ചൊരു ചോയ്സ് ഇവിടെ ഇല്ല കേട്ടോ. തിരിച്ചൊരു ചോയ്സ് ഇല്ല. പലപ്പോഴും അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടാവും. Mg2+ ആൻഡ് Na എന്നൊരു ചോയ്സ് ഉണ്ടാവും. അത് തെറ്റിക്കാതെ കൂടെ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ റെസ്പെക്റ്റീവ്ലി വരുമ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റിയും കൂടെ പലപ്പോഴും വരും കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം. ആൽക്കലി മെറ്റൽ വിത്ത് ഹയസ്റ്റ് ഫസ്റ്റ് അയണൈസേഷൻ എനർജി. ആൽക്കലി മെറ്റൽ വിത്ത് ഹയസ്റ്റ് ഫസ്റ്റ് അയൺ എല്ലാവർക്കും അറിയുന്നല്ലേ. ഡൗൺ ദ ഗ്രൂപ്പ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. വാട്ട് ഈസ് ദി ഓർഡർ? ലിത്തിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം. ദാറ്റ് ഈസ് ദി ഓർഡർ. ഡൗൺ ദ ഗ്രൂപ്പ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. കാരണം സൈസ് കൂടുതലേ. ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് കൂടും. സൈസ് കൂടുന്നതിനനുസരിച്ച് അയണൈസേഷൻ എൻതാൽപ്പി കുറയുകയാണ് ചെയ്യുക. ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻഫാക്ട് 500ന്റെ മുകളിലാണ്. 520 മറ്റോ ആണ് ഡാറ്റ ലിത്തിയത്തിന്. സോഡിയത്തിന് 500ന്റെ താഴെയാണ്. 480 മറ്റോ റേഞ്ചിലാണ് വാല്യൂ. പ്ലീസ് വെരിഫൈ. എനിവേ ദ ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എമംഗ് ആൽക്കലി മെറ്റൽസ് ഒരു സംശയമില്ല, ഇറ്റ് ഈസ് ലിത്തിയം. എവിടെ? 5th ചോയ്സ് ആണ് കേട്ടോ. 5th ചോയ്സ് ആണ് ലിത്തിയം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് വിത്ത് പി ബ്ലോക്ക്? ഇൻകറക്റ്റ് ആണ് ചോദ്യം. ഇൻകറക്റ്റ് വിത്ത് പി ബ്ലോക്ക്. പി ബ്ലോക്ക് എലിമെന്റ്സ് കംപ്രൈസസ് ഓഫ് ഗ്രൂപ്പ് 13 ടു ഗ്രൂപ്പ് 18. കറക്റ്റ് അല്ലേ? ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് പി ബ്ലോക്ക് NS2 NP, ഇവിടെ N കാണുന്നില്ല, NP1 to 6. കറക്റ്റ് അല്ലേ? ഹാലോജൻ ബിലോങ് ടു ഗ്രൂപ്പ് 16. തെറ്റല്ലേ മക്കളെ? ഹാലോജൻ ബിലോങ് ടു ഗ്രൂപ്പ് 16. തെറ്റാണ്.
ഹാലോജൻ ബിലോങ് ടു ഗ്രൂപ്പ് 17 ആണ് അല്ലേ. ഗ്രൂപ്പ് 17 ആണ് ഹാലോജൻ. ഗ്രൂപ്പ് 16 ഓക്സിജൻ ഫാമിലിയാണ്. ഓക്സിജൻ ഫാമിലി, ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. മറ്റേത് ഗ്രൂപ്പ് 17 ആണ്, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. റൈറ്റ്. അപ്പോൾ അത് തെറ്റായ ഉത്തരമാണ്, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻഫാക്ട് ഇറ്റ്സ് അവർ ആൻസർ. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അതാണ്. നാലാമത്തേത്, ഗാലിയം ആൻഡ് ബ്രോമിൻ ആർ ലിക്വിഡ്സ്. ഗാലിയം ആൻഡ് ബ്രോമിൻ ആർ ലിക്വിഡ്സ്. ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഇല്ലേ, ചെറിയൊരു പ്രശ്നമുണ്ട്. ഇൻ എ കൺസിഡറബിളി ഹോട്ട് ഡേ ഗാലിയം ക്യാൻ ബി ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ്. ഗാലിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത് ഒരു 31 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ, സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഗാലിയം ലിക്വിഡ് അല്ല, സോളിഡ് സ്റ്റേറ്റിലാണ്. ബട്ട് ഇൻ എ കൺസിഡറബിൾ ഹോട്ട് ഡേ ഇറ്റ് ക്യാൻ ബി ഇൻ എ ലിക്വിഡ് സ്റ്റേറ്റ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറയാം. എന്തായാലും ആ സ്റ്റേറ്റ്മെന്റിൽ ചെറിയ ഒരു അപാകതയുണ്ട്. മനസ്സിലായോ? ഗാലിയം നമ്മുടെ കയ്യിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ മെൽറ്റ് ചെയ്യും. ബോഡി ടെമ്പറേച്ചർ ഈസ് ഇനഫ് ടു മെൽറ്റ് ഗാലിയം, അതിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ അതുകൊണ്ട് ഗാലിയവും ബ്രോമിനും ബ്രോമിൻ ലിക്വിഡാണ്, ഒരു സംശയമില്ല. ബ്രോമിൻ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ലിക്വിഡാണ്. ഗാലിയം സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ലിക്വിഡാണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. എന്തായാലും സെലക്ടിങ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ചോയ്സ്, ഒരു സംശയവുമില്ല, തേർഡ് ചോയ്സ് തന്നെയാണ് ഉത്തരം. നാലാമത്തെ ചോയ്സിൽ ഒരു ചെറിയൊരു അപാകത കാണുന്നു. അഞ്ചാമത്തേത്, ദ സീറോ ഗ്രൂപ്പ് എലിമെന്റ്സ് ഹാവിംഗ് ജനറൽ ഫോർമുല NS2 NP6 ആർ ഇനർട്ട് ബിക്കോസ് ദെയർ എനർജി ലെവൽസ് ആർ കംപ്ലീറ്റ്ലി ഫിൽഡ്. ഇതും ശരിയാണ്. ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എനിവേ അവർ ആൻസർ ഈസ് തേർഡ് ചോയ്സ്. നാലാമത്തെ ചോയ്സിൽ ഒരു ചെറിയ കുഞ്ഞു പ്രശ്നം കിടക്കുന്നുണ്ട്. എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബാക്കി ചോയ്സുകളെല്ലാം ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. വി വാണ്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. പല മക്കളും ചോദ്യം ഇൻകറക്റ്റ് എന്ന് വായിക്കും, ഓപ്ഷനിലേക്ക് എത്തുമ്പോഴേക്കും മനസ്സിൽ ഇൻകറക്റ്റ് എന്നുള്ളത് കറക്റ്റ് ആവും. കറക്റ്റ് ഇൻകറക്റ്റ് മാറ്റി ചെയ്യുന്ന ഒരുപാട് മക്കളുണ്ട്. പ്രത്യേകം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ അത്തരം ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് തയ്യാറെടുപ്പിക്കണം. ഫോൾസ് ട്രൂ ഓർ ഫോൾസ്, ട്രൂ ഫോൾസ് തെറ്റിക്കുക. ട്രൂ എന്ന് വായിക്കുക, ഫോൾസ് എന്ന് മാർക്ക് ചെയ്യുക. കറക്റ്റ് എന്ന് വായിക്കുക, ഇൻകറക്റ്റ് എന്ന് മാർക്ക് ചെയ്യുക. ഇൻകറക്റ്റ് എന്ന് വായിക്കുക, കറക്റ്റ് മാർക്ക് ചെയ്യുക. ഇത്തരം തെറ്റുകൾ വരുത്തുന്ന ഒരാളാണോ നിങ്ങൾ? സ്വയം ചിന്തിക്കണം, സ്വയം ഒന്ന് അനലൈസ് ചെയ്യണം. നിങ്ങൾ എഴുതിയിരിക്കുന്ന പരീക്ഷകളിലൊക്കെ അത്തരം തെറ്റുകൾ എപ്പോഴും സംഭവിക്കുന്നുണ്ടോ? പ്ലീസ് കറക്റ്റ് യുവർ സെൽഫ്. അത് നമ്മൾ ഒന്നും ചെയ്യണ്ട. ആ ചോദ്യം അത്തരം ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയുക, ഇത് ഞാൻ തെറ്റിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊരു ഉപദേശം കൊടുത്താൽ മതി. മനസ്സ് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. യെസ്, ദാറ്റ് ഈസ് എ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ് ചോദ്യം. The elements of periodic table in which last electron get filled up in f orbital. Correct അല്ലേ? ഇൻകറക്റ്റ് ആണ് കേട്ടോ, ഇൻകറക്റ്റ് ആണ് വേണ്ടത്. The f block elements are from atomic number 58 to 71 and 90 to 103. Correct അല്ലേ? This is 4f series and this is 5f series. ഇത് ലാന്തനോയിഡ്സും ഇത് ആക്ടിനോയിഡ്സും. Actinoid elements are radioactive. Correct അല്ലേ? There are 28 f block elements in the periodic table. Correct അല്ലേ? 14 ലാന്തനോയിഡ്സ് 14, ആക്ടിനോയിഡ്സ് 14. കറക്റ്റ് അല്ലേ? സോ ഒബ്വിയസ്ലി ഇതായിരിക്കണം തെറ്റ്. നോക്കാം. The outer electronic configuration of actinoids is n-1 f1 to 14. തെറ്റി, ഇവിടെയാണ് തെറ്റ്. It is n-2 f1 to 14, f1 to 14, n-1 d0 to 1, ns2. ഈ ഭാഗമൊക്കെ ശരിയാണ്. ഈ ഭാഗത്താണ് തെറ്റിയിരിക്കുന്നത്. n-1 f1 to 14 അല്ല, n-2 f1 to 14 എന്നാണ് വരിക അല്ലേ? സോ അതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബാക്കിയെല്ലാം ട്രൂ ആണ്. റൈറ്റ്. ആൻഡ് ദാറ്റ് വാസ് ദ, എന്തായാലും ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫാക്ട്സ് തന്നെയാണ്. പ്രത്യേകിച്ച് ആർഗ്യുമെന്റ്സിനൊന്നും വകുപ്പില്ല. എഗെയിൻ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് ഇൻകറക്റ്റ് എന്നുള്ള ആ ഒരു അനാലിസിസിൽ എല്ലാവരും ശ്രദ്ധിച്ചേക്കാം. Many students are very careful on that, but a few, let me tell you from the way I experienced with the students, പലരും പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പലരും കാണിക്കുന്ന ഒരു തെറ്റ് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുള്ളത്,
അതൊരു പ്രോമിനൻ്റ് ആയിട്ടൊരു പ്രശ്നം തന്നെയാണ്. നോട്ട് ഓൾ, എ ഫ്യൂ. ഈ കറക്റ്റ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിലൊക്കെ വരുത്തുന്ന അത്തരം തെറ്റുകളുണ്ടെങ്കിൽ അതൊന്നും എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ആൻഡ് ഹിയർ വി വൈൻഡ് അപ്പ് ദിസ് വീഡിയോ ഹാൻഡ്ലിംഗ് വിത്ത് ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. 2025 കീം എക്സാമിനേഷനിൽ വന്ന ആ ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത്. റൈറ്റ്, കൂടുതൽ മറ്റ് ചാപ്റ്ററുകളുടെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ. അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. സീ യു.